ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കേറിയതോടെ സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെച്ചു. ഇന്ന് 17,000 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനത്തിനെത്തി. രാത്രി 12 മണിക്ക് ശേഷം സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നാളെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 ഭക്തരെ മാത്രമാണ് ദർശനത്തിന് കയറ്റിവിടുക. 70,000 ഭക്തരാണ് നാളെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത്. ഇന്ന് 90,000 ഭക്തർ ദർശനത്തിനായി എത്തി. വിശദാംശങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു സന്നിധാനത്ത് നിന്ന്. അരുൺ, തിരക്ക് തുടരുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് തൽക്കാലം നിർത്തിവെക്കുന്നു. നോക്കൂ, 2 അവധി ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഇന്ന് പ്രവൃത്തി ദിവസമാണ്. പക്ഷേ തിരക്ക് കൂടുന്നു. പോലീസ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അരുൺ? നിലവിൽ നിലയ്ക്കൽ തടയുക എന്നത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ള ഒരു ഉപാധി. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പോട്ട് ബുക്കിംഗ് 5,000-ലേക്ക് ഒരു നിജപ്പെടുത്താനുള്ള ഒരു തീരുമാനം അല്പസമയങ്ങൾക്ക് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേവസ്വം അധികൃതരും ഒക്കെ തന്നെ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനമായി ഇന്ന് പറയുന്നത്, ഇന്ന് 17,000-ലധികം ഭക്തരാണ് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ഈ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാളെ അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഒരുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായി തന്നെ 5,000 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് തന്നെ നിജപ്പെടുത്തണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് സന്നിധാനത്തുണ്ട്. പക്ഷേ ആദ്യ ദിവസങ്ങൾ ഉണ്ടായ പോലെ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാകാഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ പാളിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായിരുന്നു ആ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം ഏറെ മാറിയിരിക്കുന്നു. കേന്ദ്ര സേന പൂർണ്ണമായും സജ്ജമായി തന്നെ സന്നിധാനത്തുണ്ട്. പ്രത്യേകിച്ച് RAF-ന്റെ 140 പേരടങ്ങുന്ന സംഘമാണ് ഈ തിരക്ക് നിയന്ത്രണങ്ങൾക്കടക്കം ഈ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെയാണ് NDRF-ന്റെ സേവനം. ഈ 2 കേന്ദ്ര സേനകളും കൃത്യമായി തന്നെ തിരക്ക് നിയന്ത്രണങ്ങളടക്കം കൃത്യമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, വരും ദിവസങ്ങളിലും ഈ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ നിലവിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മഴ ഇങ്ങനെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്പസമയങ്ങൾക്ക് മുമ്പാണ് DGP സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹം വിലയിരുത്തിയിരുന്നു. എന്തായാലും തിരക്കിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. വേറെ മറ്റു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ മുന്നിലില്ല എന്ന് അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നാളെയും സമാനമായ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകും. പക്ഷേ സ്പോട്ട് ബുക്കിംഗ് അത് 5,000-ലേക്ക് നിജപ്പെടുത്താനുള്ളൊരു തീരുമാനം അത് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അതോടൊപ്പം തന്നെ പോലീസും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനിൽ നമ്പ്യാർ. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കേറിയതോടെ സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെച്ചു. ഇന്ന് 17,000 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനത്തിനെത്തി. രാത്രി 12 മണിക്ക് ശേഷം സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നാളെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 ഭക്തരെ മാത്രമാണ് ദർശനത്തിന് കയറ്റിവിടുക. 70,000 ഭക്തരാണ് നാളെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത്. ഇന്ന് 90,000 ഭക്തർ ദർശനത്തിനായി എത്തി. അരുൺ കൊടുങ്ങൂരാണ് സന്നിധാനത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.